ഹലോ. 2-3 ദിവസമായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. വേറെ ചില കാര്യങ്ങളായിട്ട് അങ്ങനെ തിരക്കിലായിരുന്നു. പിന്നെ അത്യാവശ്യം മടി അതാണ് ശരിക്കും. അപ്പോൾ ഇതേ കുറച്ച് കൂർക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിയ കൂർക്ക തന്നെ കിട്ടി. അപ്പോൾ നമുക്ക് നേരെയാക്കാൻ ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാണല്ലോ. അപ്പോൾ ഇപ്പോൾ കൂർക്ക സീസൺ ആക്കിയല്ലേ, അപ്പോൾ കൂർക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് കൂർക്ക ഉപ്പേരി വെക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തായിരുന്നു. അപ്പോൾ ഇതേ നല്ല എളുപ്പമുണ്ട് ഇതിൻ്റെ തൊലി കളയാനൊക്കെ. അത്യാവശ്യം വലിയ കൂർക്കയാട്ടോ. അപ്പോൾ ഞാനൊരു പീലർ എടുത്തിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റിൻ്റെയൊക്കെ തോല് കളയുന്ന പീലർ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ കൂർക്കയുടെ തോല് കളയാമെന്ന് വിചാരിച്ചു. മുമ്പൊക്കെ കൂർക്ക അങ്ങനെ ഉരുണി ചെറിയ കൂർക്കയല്ലേ കിട്ടിയിരുന്നത്. അപ്പോൾ അത് നേരെയാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ സ്വാദ് അത്രയും ചെറിയ കൂർക്കയ്ക്കാണ് കേട്ടോ. ഈ വലിയ കൂർക്കയെക്കാട്ടിലൊക്കെ ടേസ്റ്റ് ചെറിയ കൂർക്കയ്ക്കാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നേരെയാക്കാൻ ഇതാണ് എളുപ്പം. അതുകൊണ്ട് ഞാൻ വലുത് കണ്ടപ്പോൾ കുറച്ച് വാങ്ങി ഇതാ നേരെയാക്കാണ്. അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ കൂർക്കപ്പേരിയൊക്കെ ഉണ്ടാക്കാറില്ലേ? ഉള്ളിയൊക്കെ ഇട്ടിട്ടാണോ നിങ്ങൾ കൂർക്ക വയ്ക്കാറ്? ഇവിടെ ഉള്ളിയൊന്നും ഇട്ടിട്ടല്ല, സാധാരണ രീതിയിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഉള്ളിയൊക്കെ ഇട്ടാൽ കൂർക്കയുടെ തനതായ ടേസ്റ്റ് നഷ്ടപ്പെടും. അതുകൊണ്ട് ഉള്ളിയൊന്നും ചേർക്കാറില്ല. നമുക്ക് തോലൊക്കെ മുഴുവൻ കളഞ്ഞ് നന്നായിട്ടൊന്ന് നുറുക്കിയെടുക്കാം. അമ്മ പറയും ഇതങ്ങനെ കുക്കറിലിട്ട് പുഴുങ്ങിയിട്ട് തോലൊക്കെ അങ്ങനെ കളയാം, എന്നിട്ട് ഉരുളൻകിഴങ്ങൊക്കെ പൊടിക്കുന്ന പോലെ അങ്ങ് പൊടിച്ചിട്ട് കടുകും മുളകും ഒക്കെ വറുത്തിട്ട് അങ്ങനെ കഴിച്ചാൽ മതി, പണി എളുപ്പമുണ്ടെന്നൊക്കെ പറയും. പക്ഷെ വല്ലപ്പോഴും അല്ലേ നമുക്ക് കൂർക്കയൊക്കെ അങ്ങനെ ഇവിടെ വാങ്ങിക്കാറുള്ളൂ. ഒന്നാമത് അതിൻ്റെ സീസൺ വരുമ്പോൾ എപ്പോഴൊന്നും വാങ്ങിക്കില്ല, വല്ലപ്പോഴും ഒരു തവണയൊക്കെ വാങ്ങിച്ചാലായി. അപ്പോൾ അത് നേരാവണ്ണം നുറുക്കി തന്നെ നമുക്ക് ശരിയായ രീതിയിൽ തന്നെ ഉപ്പേരി വെച്ച് കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിരുന്ന് നുറുക്കാൻ തുടങ്ങി. കുറേ സമയം വേണം കേട്ടോ. ഒത്തിരി കൂർക്കയൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റല്ലേ. അപ്പോൾ ഒത്തിരി ഉപ്പേരി വളരെ കുറച്ചുണ്ടാക്കിയാൽ പോരാ, നല്ലോണം വേണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നുറുക്കി മടുക്കുമ്പോൾ കുറച്ചായി പോവും. അപ്പോൾ എന്തായാലും കുറച്ച് കൂർക്ക എടുത്തിട്ടുണ്ട്. അത് നന്നായി നുറുക്കി പിന്നെ എണ്ണ ചൂടാവുമ്പോൾ കടുകും കറിവേപ്പിലയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. മുളക് ഇടാറില്ല ഉപ്പേരിയിൽ ഞാൻ കേട്ടോ. കടുകും കറിവേപ്പിലയും മാത്രം ഇട്ടിട്ട് പാകത്തിന് വെള്ളവും ഉപ്പും ഒക്കെ ഇട്ട് വെള്ളം ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് കൂർക്ക അതിലേക്ക് ഇടും. അങ്ങനെ ചെയ്തു. ഉപ്പേരിയുടെ പ്രൊസീജിയറൊക്കെ ഇവിടെ അങ്ങനെയാണ്. ഇനി ആ കൂർക്ക നന്നായിട്ടൊന്ന് വേകുന്നവരെ അടച്ചു വെച്ച് അങ്ങ് വേവിക്കുക, അത്രേ വേണ്ടൂ. ലാസ്റ്റ് എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇടും. പക്ഷെ ഞാൻ അത് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഉപ്പേരിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നല്ല ചൂടാണിപ്പോൾ ഇവിടെ. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ചൂട് തുടങ്ങും. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പോയി മുഖം കഴുകും, അതുപോലെ വെള്ളം കുടിക്കുക, ഇതൊക്കെയാണ് പരിപാടി. ഉപ്പേരിയിലെ വെള്ളം വറ്റുമോ നോക്കുകയാണ് ഞാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും കേട്ടോ. ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് ഓരോ കാര്യങ്ങളും മറന്നു പോകുന്നുണ്ട് ഇപ്പോൾ. ചിലപ്പോൾ ഉപ്പേരിയൊക്കെ ഇങ്ങനെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് രാവിലെ തന്നെ ചോറ് വെച്ചിട്ട് ഞാൻ ഉമ്മർത്ത് പോയി വേറെ ഏതോ കാര്യത്തിൽ അങ്ങ് ഇൻവോൾവ് ആയിപ്പോയി. അങ്ങനെ ചോറ് അവിടെ ഇരിക്കുന്ന കാര്യം ഞാൻ മറന്നു. വന്ന് നോക്കിയപ്പോഴത്തേക്കും വെള്ളമൊക്കെ വറ്റി അടിയിൽ കുറേശ്ശെ പിടിക്കാൻ തുടങ്ങിയിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ഓരോ അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്. മറവി നല്ല പോലെ ഉണ്ട് ഇപ്പോൾ എനിക്ക്. അങ്ങനെ ഉപ്പേരിയൊക്കെ സെറ്റായി. ഞാൻ പിന്നെയും മുടിയൊക്കെ വേഗം കെട്ടി വെച്ചു. നല്ല ചൂടായിരുന്നു. അപ്പോൾ എന്നിട്ട് ഫാൻ്റെ വീട്ടിൽ പോയിരിക്കണമെന്നും പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ണാൻ പോകുന്നതിന് ഇപ്പോൾ കടയൊക്കെ അടച്ച് ഇറങ്ങിയപ്പോഴാണ് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, കവിത ചേച്ചിയാണ് വിളിച്ചിട്ട് കുറച്ച് മിഠായി പാക്ക് ചെയ്ത് വയ്ക്കാൻ പറഞ്ഞിരുന്നു. ഇവിടെ അമ്പലത്തിൽ സപ്താഹമൊക്കെ നടക്കില്ല, അപ്പോൾ അവിടെ പ്രോഗ്രാമൊക്കെ കഴിയുമ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുറച്ച് മിഠായി പാക്ക് ചെയ്ത് വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഉണ്ണുന്നതിന് മുമ്പ് അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വയ്ക്കാൻ കടയിൽ വീണ്ടും കയറി.
എന്നിട്ട് കുറച്ച് മിഠായിയൊക്കെ എടുത്ത് പാക്ക് ചെയ്തു. അങ്ങനെ തിരിച്ചിറങ്ങി. അങ്ങനെ ഊണ് കഴിക്കാൻ പോട്ടെ. അച്ഛനും അമ്മയൊക്കെ ഊണ് കഴിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായി. എന്നിട്ട് ഇതാ ചോറും നമ്മുടെ ഉപ്പേരിയും, അമ്മയുടെ സ്പെഷ്യൽ മാങ്ങ ചെത്തുമാങ്ങ ഉപ്പിലിട്ടതും, പിന്നെ നമ്മുടെ സ്വന്തം കച്ചയും മോരും. കൂട്ടാനൊക്കെ അമ്മ വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ കൂട്ടാൻ എടുത്തില്ല കേട്ടോ. എനിക്ക് ഉപ്പേരിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മോരും ഉപ്പേരിയും ഉപ്പിലിട്ടതും ഒക്കെ കൂട്ടി കഴിക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പം ഞാൻ അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഉണ്ണാൻ പോവാണ്. ഇനി ഒരു പപ്പടക്കൂട്ടനെയും കൂടെ എടുക്കാം. പപ്പടക്കൂട്ടൻ നിലത്ത് വീഴാനൊരു ശ്രമം നടത്തി, പക്ഷെ ഞാൻ പിടിച്ചു കേട്ടോ. അപ്പം ശരി, ഞാൻ ഉണ്ടു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.